എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. ഇന്നൊരു ഫാമിലി ട്രിപ്പാണ്, ഒരു ഫാമിലി ട്രിപ്പ് വ്ളോഗുമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അതിനു മുമ്പ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ 1500-ലേറെ ആളുകളുള്ള ഒരു ഫാമിലി ആയിട്ട് നമ്മളിപ്പോൾ മാറിയിട്ടുണ്ട്. അതിൽ നിങ്ങളൊരു മെമ്പർ ആയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൽ മെമ്പർ ആവണേ. നമ്മൾ ഈ ഒരു ഫാമിലി ട്രിപ്പിൽ നമ്മൾ ഫസ്റ്റ് പോയിട്ടുള്ളത് തിരൂർ AAK മാളിലായിരുന്നു. AAK മാളിൻ്റെ ഒരു വീഡിയോ നമ്മുടെ മിനൂസ് ആൻഡ് ഷെഫീസ് വേൾഡ് എന്ന യൂട്യൂബിലുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ എത്തിയിട്ടുള്ളത് കൂട്ടായി അഴിമുഖത്താണ്. അഴിമുഖത്തിലെ നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത്. ഈ കൂട്ടായി അഴിമുഖത്ത് നിന്നും നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ജങ്കാ സർവീസുകളും അതുപോലെ തന്നെ ഉല്ലാസ ബോട്ട് സർവീസുകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മളിവിടെയുള്ള ആളുകളോട് ജസ്റ്റ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അവർ പറഞ്ഞു തന്നതാണ് ഏകദേശം 30 രൂപ, അങ്ങനെ ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ജങ്കാർ സർവീസൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇവിടുന്ന് നേരെ ഈ ഒരു ജങ്കാർ സർവീസ് പോകുന്നത് നേരെ പൊന്നാനിയിലേക്കാണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇതൊക്കെ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗപ്പെടുത്താൻ പറ്റും. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ മൈൻഡിനൊക്കെ റിലാക്സ് തരുന്ന മനോഹരമായ കാഴ്ച തന്നെയാണ് ഈ കൂട്ടായി അഴിമുഖം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ചെറിയ രീതിയിലുള്ള ബോട്ട് സർവീസുകളും അതുപോലെ തന്നെ വേറെയും ഒത്തിരി ഉണ്ട്. എല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വേറെയും ഉല്ലാസ ബോട്ട് സർവീസുകളൊക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ പോസ്റ്റേഴ്സും മറ്റൊക്കെ നമുക്കിവിടെ ഈ വഴികളൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. മനോഹരമായ ഈ വ്യൂ കണ്ടുകൊണ്ട്, ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് നമ്മൾ നേരെ ഇനി ബീച്ചിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഷെഫിക്കുട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ബീച്ചിലേക്ക് പോകാൻ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ബീച്ചിൽ പോയിട്ട് അതായത് പടിഞ്ഞാറേക്കര ബീച്ച്, ആ ഒരു ബീച്ചിലെ കൂട്ടായി പടിഞ്ഞാറേക്കര ബീച്ചിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്കൊന്ന് കാണണം. നമ്മൾ ബീച്ചിൽ എത്തുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജനങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഇന്നൊരു ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടായിരിക്കാം ഒത്തിരി പേര് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഇവിടെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഈ കടൽ തീരത്ത് നമുക്ക് കാണാൻ പറ്റും. വരട്ടെ ഈ ഒരു കടൽ തീരത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലേ. ഏതൊരാൾക്കും നമ്മൾ എവിടെ പോയാലും ചിലപ്പോൾ നമുക്ക് വീണ്ടും ആ സ്ഥലം സന്ദർശിക്കണം എന്നുള്ള ആ ഒരു ചിലപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് മടുക്കും. പക്ഷേ കടല് നമുക്കൊരിക്കലും മടുക്കൂല എന്നുള്ളതാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. കടലിൽ നമ്മൾ എത്ര കാലം പോയാലും നമുക്ക് വീണ്ടും വീണ്ടും പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. കുട്ടിക്കാലം തൊട്ടേ നമ്മൾ കടലുകൾ കാണുന്നവരാണ്, കടലിൻ്റെ അരികത്ത് പോയി കളിച്ചവരാണ്. അപ്പോൾ നമുക്ക് ഈ കടലുകൾ നമ്മളോട് ഒരുപാട് കഥകൾ പറയും എന്നുള്ളതാണ്.
എത്ര മനോഹരം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത, വാക്കുകളിൽ ഒതുങ്ങാത്ത അത്രയും മനോഹരമാണ് കടൽ തീരങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരുമൊത്ത് നമ്മൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ യാത്രകളൊക്കെ നമുക്ക് തരുന്നത് വലിയ ഹാപ്പിനെസ്സുകളായിരിക്കും. നമുക്ക് നമ്മളിലുള്ള ആ ഒരു ഫ്രഷ്നെസ്, നമ്മുടെ ആ ഒരു പുതുമ വീണ്ടെടുക്കാനും ഈ ഇത്തരം യാത്രകളൊക്കെ നമ്മളെ വല്ലാതെ സഹായിക്കുന്നുള്ളതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുമൊത്ത്, നമ്മുടെ ഫാമിലിയുമൊത്ത് നമ്മൾ നടത്തുന്ന ഈ ഒരു യാത്രകൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഹാപ്പിനെസ്സാണ് കിട്ടുന്നത് എന്നുള്ളതാണ്, അല്ലേ? നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഏറ്റവും വിലയേറിയ ആ ഒരു കമൻ്റ് അറിയിക്കാനും മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റുകളും അത്രയും വിലപ്പെട്ടത് തന്നെയാണ്. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും നിങ്ങളുടെ ഓരോ ലൈക്കൊക്കെ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ, നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആവാൻ നിങ്ങൾ ക്യാഷ് ഒന്നും കൊടുക്കണ്ട. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. റെഡ് കളറിൽ കാണുന്നില്ല സബ്സ്ക്രൈബ് ആയി, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് സെറ്റാക്കിയാൽ ബാക്കി എല്ലാം അടിപൊളിയായിട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കടലൊക്കെ കണ്ടു, കടലിൻ്റെ മനോഹരമായ ഈ കാഴ്ച നമ്മൾ ആസ്വദിച്ചു. ഇനി നമ്മൾ ഈ ഒരു കടൽ തീരത്തിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു ചെറിയ പാർക്കും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സംഭവങ്ങളും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുകൂടി ഒന്ന് പോയി കാണുകയാണ്. സോ നമ്മൾ പറഞ്ഞു ഇവിടെ അടുത്ത് ഒരു ചെറിയൊരു കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ ഷെഫി മോനെ ഇവിടെ കയറിയിട്ടുള്ളത് ഒരു കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു റൈഡാണ്. ഇതൊരു ബോട്ട് പോലെ തന്നെ ഒരു ചെറിയൊരു ബോട്ട് റൈഡാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. അതിന് ഏകദേശം 30 രൂപക്ക് കൊടുത്താൽ നമ്മളെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കുറച്ച് അത്യാവശ്യം നല്ല സമയം തന്നെ അവർ കൊടുക്കുന്നുണ്ട്. ഇതിൽ കളിക്കാൻ പറ്റും, അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും അവർക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തായിട്ട് പല രീതിയിലുള്ള ബൈക്ക് റൈഡിങ്ങും അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ട് അവിടെയൊക്കെ നല്ല തിരക്കുണ്ട്. ഒരുപാട് ജനങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്, ഒത്തിരി ആളുകൾ ഇന്നിവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്ര ആളുകൾ. അതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും അധികം പോയിട്ടില്ല. ഇവിടെ ഇത് മാത്രമേ നമ്മൾ കയറിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ അവന് AIK മാളിൽ കുറേ നേരം സ്പെൻഡ് ചെയ്താണ്, അവിടെ ഒത്തിരി കാര്യങ്ങൾ കളിച്ചതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ പറഞ്ഞു മിനൂസ് ആൻഡ് ഷെഫീസ് എന്ന യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ AIK മാളിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഉണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ ഇത്തരത്തിലുള്ള നല്ല കാഴ്ചകൾക്ക് വേണ്ടി, മനോഹരമായ വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺഡ് വിത്ത് മുർഷിദ് ടോക്സ്. താങ്ക് യു.